പടക്കശാലയ്ക്ക് തീപിടിച്ചിരിക്കുകയാണ്. പീഡന വീരന്മാരെല്ലാം ഒളിവിൽ പോയിരിക്കുന്നു. കാശുള്ള ടീമെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു. ചില പീഡന വീരന്മാർ കേരളത്തിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അന്വേഷണ സംഘം പുറകിലുണ്ട്. അതുകൊണ്ട് അവർ കേരളത്തിൽ കിടന്ന് കറങ്ങുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിൽ തന്നെ കിടന്ന് കറങ്ങുകയാണ്. അമ്മയിലെ സൂപ്പർ താരം സിദ്ദിഖ്, അയാൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വലിയ ഹോട്ടലിൽ ഒരു നടിയുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്നു. അന്വേഷണം നടക്കുന്നു. നാളെ നടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമെന്ന് പറയുന്നു. വാർത്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സിദ്ദിഖ് ആള് ശരിയല്ല എന്ന് നമുക്കറിയാം. ഒരു പീഡന വീരൻ തന്നെ. പക്ഷേ ഈ നടി സിദ്ദിഖ് എടുത്ത ഹോട്ടൽ അല്ലെ ലോഡ്ജിൽ അവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ പേരെഴുതി, കൃത്യമായ സമയം എഴുതി, കാത്തിരിക്കുന്ന റൂമിലേക്ക് ഈ സ്ത്രീ കടന്നു ചെല്ലുന്നു. അവിടെ താമസിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. സിദ്ദിഖ് കൈയും കാലും പിടിച്ചു കെട്ടി ലോഡ്ജിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുപോയതല്ലല്ലോ. സ്വയം കടന്നു ചെന്ന് രജിസ്റ്റർ പേരെഴുതി സിദ്ദിഖ് കിടക്കുന്ന റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ അത് സിദ്ദിഖ് അതിന് കുറ്റവാളിയാവുമോ എന്ന് തോന്നുന്നില്ല. പക്ഷേ സ്വന്തം ഇഷ്ടത്താലായിരിക്കാം ഈ നടി സിദ്ദിഖിൻ്റെ റൂമിലേക്ക് പോയത്. പിന്നെ ഇപ്പോൾ വരുന്ന വാർത്ത ഞാൻ പോയത് കഥ പറയാനാണെന്നോ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അവർ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവരെയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. സിദ്ദിഖിനെ മാത്രം ചോദ്യം ചെയ്താൽ പോരല്ലോ, അവരെയും ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പീഡകർ വല വിരിച്ച് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ചിലന്തി വല ഉണ്ടാക്കിയിട്ട് അത് ഒരു സൈഡിൽ പോയി നോക്കിയിരിക്കും. ആരെങ്കിലും വന്ന് അതിനകത്ത് വീഴുന്നോ നോക്കി. ഇര. ഇത് തന്നെയാണ് സിനിമാ ലോകത്ത് നടക്കുന്നത്. പല ഇരകളും ചെന്ന് അതിനകത്ത് ആ വലയിൽ വീഴുന്നു. അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെന്ന് വീഴുന്ന ഇരകളുണ്ട്. അവരെ അവരുപയോഗിക്കുന്നു. ഇങ്ങനെ ഈ അമ്മയെന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്നു വരികയാണ്. പീഡകരും വളരുകയാണ്. അവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് അമ്മ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. സിനിമ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ, ഇവരുടെ എല്ലാം കണ്ണിൽ കരടാണ്. ഇവർക്കെല്ലാം അവരെ ആവശ്യമാണ്. കാര്യം ജനറൽ സെക്രട്ടറി അല്ലേ സിദ്ദിഖ്, പ്രസിഡന്റ് മോഹൻലാൽ. അപ്പം ഇവരെയൊക്കെ സ്വാധീനിച്ചെങ്കിൽ മാത്രമേ, അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാനുള്ളൂ. അപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറാവുകയും ഇവർ പറയുന്നിടത്ത് ചെല്ലുകയും ചെന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? പീഡനം. എന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ച്,
ആ ഹോട്ടലിൽ കൊണ്ടുപോയി, ഈ വീട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെയുള്ള പീഡന കഥകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവരാരും ബലാത്സംഗം ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവരൊക്കെ സ്വന്തം ഇഷ്ടത്താൽ പോയവരാണ് ഇവരൊക്കെ. പക്ഷെ അവസരങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അവരിപ്പോൾ പീഡന പരമ്പരയായിട്ട് വന്നിരിക്കുകയാണ്. ഇനി എത്ര പേര് ഇതിൽ വരും എന്ന് നമുക്ക് അറിയത്തില്ല. ഇനിയും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് വരും. ഈ വന്നവരെല്ലാം ഇനി ജീവിതത്തിൽ സിനിമയിൽ കാണത്തില്ല. അവരെ ആരും എടുക്കത്തുമില്ല. അവർ വെളിയിലാണ്. പിന്നെ ഇതിനകത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർ മിണ്ടത്തില്ല. അവരിലയ്ക്കും മുള്ളിനും കേടില്ലാതെ അവരൊരു വഴുകപ്പരുകത്തിൽ അവർ ഇങ്ങനെ പോകും. ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, എനിക്കിങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇടിച്ചു കയറി കുത്തിത്തിരികി അവർ ചേർന്നിരുന്നുകൊണ്ട് പറയുകയാണ്, എനിക്കങ്ങനെ പീഡനമൊന്നും ഉണ്ടായിട്ടില്ല, മാന്യമായ രീതിയിലാണ് ഞങ്ങളെയൊക്കെ കാണുന്നത്. എന്തോ ഒരു വർത്തമാനമാണ് ഈ പറയുന്നത്. ഇവരെയൊക്കെ എങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കുക? ഒന്നി ഗ്ലാമർ വേണം, അല്ലെങ്കിൽ കഴിവ് വേണം. ഇതൊന്നുമല്ലാത്ത അവസ്ഥയിൽ പിന്നെ ഇടിച്ചു കയറി നിൽക്കുകയാണ്. ഇതിനെന്താണ് നമ്മൾ പറയുന്നത്? അപ്പം അവർ തന്നെ ഇതിനകത്ത് പോയി വീഴുന്നു, പിന്നെ പരാതിയായിട്ട് വരുന്നു. ഇപ്പോൾ ആകെ തകർന്ന് തരിപ്പണമായി അല്ലേ? വെടിക്കെട്ട് ശാലയ്ക്ക് തീ പിടിച്ച മാതിരിയായി. എല്ലാം ഓടി ഒളിച്ചിരിക്കുകയാണ്. കാര്യം ഇവരെല്ലാം ഇതിനകത്ത് പ്രതികളാണ്. പല സ്ത്രീകളെയും പല നടികളെയും ഇവരുടെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഭയന്ന് ഓടിയിരിക്കുന്നത്. ഇവരൊക്കെ ഇനി വെളിപ്പെടുത്തുമോ? അന്വേഷണ സംഘം നമ്മുടെ പുറകിൽ വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടാണ് ഇവർ പെട്ടെന്ന് പണമുള്ളവർ വിദേശ രാജ്യത്തേക്ക് കടന്നത്. പണമില്ലാത്തവർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒളിച്ച് കളിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ കേസുകളൊക്കെ മിക്കവാറും ഉള്ള കേസുകളൊക്കെ തള്ളിപ്പോകത്തേ ഉള്ളൂ. ഇവരിനിയിപ്പം എന്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നാലും കോടതി വരുമ്പോൾ ഇതൊന്നും നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. അവർ വാദിക്കും. ആരോപണങ്ങൾ ആർക്കും പറയാം. പക്ഷെ കോടതി വരുമ്പോഴാണല്ലോ തെളിവുകൾ വേണ്ടത്. അപ്പോൾ ഇവരൊക്കെ രക്ഷപ്പെടും. ഇവർ വീണ്ടും സിനിമയിൽ വരും. ആ സ്ഥാനത്തൊക്കെ ഇവർ വീണ്ടും വരും. വീണ്ടും പല ഇരകളും ഇവരുടെ കൈകളിലാവും. ഇവരുടെ വലയിൽ വീഴും. അവരെ ഉപയോഗിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ ഇപ്പോൾ ഒളിച്ചോടിയതുകൊണ്ടോ, ഇപ്പോൾ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടോ, ഇപ്പോൾ ഒരു ശിക്ഷ നടത്തിക്കൊണ്ടോ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ പോകുമെന്നുള്ള വിശ്വാസമൊന്നും ജനങ്ങൾക്കില്ല. ഇതിനകത്ത് ഇതൊക്കെ നടന്നേ പറ്റും, നടക്കും. കാര്യം അറിയാമല്ലോ, കാശ് മുടക്കുന്നവർക്ക് അവർക്കിത് ആവശ്യമാണെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട്. എന്നാലും ഇന്ന് നടക്കുന്നു. അപ്പോൾ ഇത് തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. പലരും വെളിയിൽ വരുത്തില്ല. ചിലരൊക്കെ ജീവിക്കുന്നു, മാന്യമായി ജീവിക്കുന്നു, കുടുംബകലഹം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് പലരും മിണ്ടുന്നില്ല, അങ്ങനെ പോകുന്നു. ഇതാണ് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ആരൊക്കെ വീണ്ടും ഇവർക്കെതിരെ വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ബൈ.